ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ ഇന്ന് നമ്മൾ 2025 ആദ്യത്തെ യാത്ര റിയാദ് ലുലു മലാസിൻ്റെ അടുത്ത് നിന്നും റിയാദ് ഹരീക്കിലേക്കുള്ള ഓറഞ്ച് ഫെസ്റ്റിവലിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. ആ ഒരു യാത്ര ഒരുക്കിയിരിക്കുന്നത് റിയാദ് കണ്ണൂർ തളിപ്പറമ്പ് മണ്ഡലം KMCC കമ്മിറ്റിയാണ്. അപ്പോൾ അവരുടെ കൂടെ കേട്ടോ ഇന്നത്തെ നമ്മുടെ യാത്ര. അപ്പോൾ നമുക്ക് വെൽക്കം കിറ്റും മറ്റ് കാര്യങ്ങളൊക്കെ തന്ന് അവർ നമ്മളെ ഹാപ്പി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പണികളും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വന്ന എല്ലാവരും അടിപൊളി വൈബുള്ള ആളുകളാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നേരെ നമുക്ക് വീഡിയോയിൽ കാണാം. ഈ യോഗം അള്ളാഹുവിന്റെ നാമത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന തിരുനാമത്തിൽ ഉദ്ഘാടനം പ്രഖ്യാപിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അവരെ സംഘടനാ തലപ്പത്തുള്ള വലിയ വലിയ നേതാക്കന്മാരൊക്കെ ഈ ഒരു യാത്രയിൽ ഉണ്ടായിരുന്നു കേട്ടോ. അവരൊക്കെ യാതൊരു ജാടയും കാര്യങ്ങളൊന്നും ഇല്ലാതൊക്കെ നമ്മളോടൊക്കെ ഭയങ്കര എന്താ പറയുക, ഭയങ്കര കമ്പനിയൊക്കെ ആയിട്ടാണ് ആ ഒരു യാത്ര പോയത്. അതുകൊണ്ട് തന്നെ ഈ ഒരു യാത്ര വേറൊരു വൈബായിരുന്നു വേണേൽ പറയാം. പിന്നെ അതുപോലെ തന്നെ ഈ കൊറോണൻ്റെ സമയത്തൊക്കെ KMCCൻ്റെ ഭാഗത്തുനിന്ന് ഒരുപാട് സഹായങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്തരം അനുഭവങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ യാത്രയിൽ അവരിങ്ങനെ പങ്കുവെച്ചിരുന്നുണ്ടോ. അതിൽ പറഞ്ഞ ഒറ്റൊരു കാര്യം, നമ്മൾ ചെയ്യുന്നതിനെ പാഷനോടുകൂടി, ക്വാളിറ്റിയോടുകൂടി, റെസ്പെക്റ്റോടുകൂടി, ട്രാൻസ്പെറൻസിയോടുകൂടി, സിൻസിയറോടുകൂടി ചെയ്യുക. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ PQRST ഈ 5 അക്ഷരങ്ങളെ നമ്മൾ പാലിക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് നല്ലൊരു വിജയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും എന്ന് മാത്രം. ഈ ഒരു ഒറ്റ യാത്രയിൽ 4 സ്ഥലങ്ങളാണ് അവർ പ്ലാൻ ചെയ്തത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഹിഡൻ കാനിയനിൽ ആണ് വന്ന് ഇറങ്ങിയത്. നമുക്കറിയാം ഇവിടെ ഏകദേശം എന്താ പറയുക, വർഷങ്ങൾക്ക് മുന്നേ ഒരു കടലുമാതിരിയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നല്ല രീതിയിൽ മഴ പെയ്താൽ അടിപൊളി വെള്ളം ഉണ്ടാവും. അപ്പോൾ ആ ഒരു കാഴ്ചകളൊക്കെ കണ്ട് ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്ത് സംഭവം കളറാക്കിയിട്ടാണ് പിന്നെ നമ്മൾ അവിടുന്ന് അടുത്ത സ്ഥലത്തേക്കുള്ള യാത്ര തുടർന്ന് കേട്ടോ. പുതുമണവാട്ടിച്ചവന് മുത്തറസൂലുള്ള പുതു മാരൻ ചമഞ്ഞ് അസർമുള്ള മണം വീശും കാറ്റേ വന്ന് ഇസറിന്റെ കഥ പറഞ്ഞാട്ടേ മുഖം പൊത്തി സൊല്ലൈകപ്പോവേ ഗൈസ്, അങ്ങനെ നമ്മൾ ഇപ്പോൾ ഹരീക്കുള്ള ഓറഞ്ച് ആ ഒരു ഫെസ്റ്റിവൽ നടക്കുന്ന സ്ഥലത്താണ് എത്തിയത്. ഇപ്പോൾ നമ്മൾ എത്തിയ സമയത്ത് വലിയ ക്രൗഡൊന്നുമില്ല. ഏകദേശം രാത്രിയോടെ അടുക്കുമ്പോൾ ഇവിടെ അത്രയും ആളുകൾ വരും എന്നാണ് അറിയാൻ പറ്റിയത്. പിന്നെ ഒരുപാട് ഇതൊക്കെ സെയിലിന് വെച്ച ഒരുപാട് വിവിധ തരത്തിലുള്ള ഓറഞ്ച് തൈകൾ, അതുപോലെ തന്നെ നമ്മുടെ ലെമോണിൻ്റെ തൈകൾ, പല രീതിയിലുള്ള കേട്ടോ, പല രീതിയിലുള്ള പല മോഡലായിട്ടുള്ളതൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ജെയ്ത്തൂന്, പിന്നെ അത്തിപ്പഴല്ലേ, അതിൻ്റെ ഒക്കെ ഒരു പ്രത്യേക സെക്ഷനായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതാ ഇവിടെ നമുക്കിങ്ങനെ കുറച്ച് ഓറഞ്ചുകൾ ഇതേപോലെ ഈ തൈൻ്റെ മുകളിൽ ഇങ്ങനെ മരത്തിൻ്റെ മുകളിൽ ഇങ്ങനെ വിളഞ്ഞ് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാം. പല ഇതിങ്ങനെ ചെറുതായിട്ട് വരുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. ഇപ്പോൾ ഇത് മേടിക്കാനും ഇത് കാണാനുമായിട്ട് ഒരുപാട് ആളുകളാണ് വരുന്നത്. പിന്നെ തോട്ടം ഓൾറെഡി ക്ലോസ് ആണ് എന്ന് പറയാൻ കാരണം ഒരുപാട് ആളുകൾ തോട്ടത്തിലേക്ക് വന്നിട്ട് മടങ്ങി പോവുകയാണ്. കാരണം ഒരു 2-3 ദിവസം മുന്നേ നല്ല രീതിയിലുള്ള ഐസുമായി അവിടെ പെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഒരുപാട് ഓറഞ്ചൊക്കെ നശിച്ചു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരെ അവിടെ സമയം കളയാൻ നിന്നില്ല, നേരെ പിന്നെ ഓറഞ്ച് ഫെസ്റ്റിവൽ നടക്കുന്ന ഈ ഒരു സ്ഥലത്തേക്കാണ്, സ്റ്റാളിലേക്കാണ് വന്നത്. ഇവിടെ വന്നപ്പോൾ ശരിക്കും കണ്ണ് തള്ളിപ്പോകുന്ന തരത്തിലുള്ള അത്രക്കും ഓർഗാനിക് ഐറ്റംസുകളാണ് എന്നവർ പറയുന്നത്.
പിന്നെ അതിന് തൊട്ടടുത്ത് തന്നെ നമ്മൾ ഹരീക്കിൽ മാത്രം കാണുന്ന ഇതാകണ്ട ഈ ഒരു ടൈപ്പ് കുറുക്കനൊക്കെ ഒരു പ്രത്യേകത ഉള്ള കുറുക്കനാണ്. പിന്നെ അതുപോലെ തന്നെ ഡെസേർട്ട് ക്യാറ്റ്, പിന്നെ അതുപോലെ തന്നെ മാന്, പിന്നെ 1-2 ആനിമൽസ് വേറെയും ഇവിടെ മാത്രം കണ്ടെത്തിയ ആ ഒരു ആനിമൽസിൻ്റെ സ്റ്റഫാണത്. ഒറിജിനലാണ്, അതിൻ്റെ ഒറിജിനൽ തോലാണ്. അതിനുശേഷം നമ്മൾ ഹോട്ടലിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു പാർക്കിലേക്കാണ് എത്തിയത്. ഇതാണ് നമ്മുടെ മറ്റൊരു ഡെസ്റ്റിനേഷൻ. അപ്പോൾ ഇവിടെ ഏകദേശം കയറാൻ 30 റിയാലാണ് ഇതിൻ്റെ ഫീസ്, മറ്റു കാര്യങ്ങൾ വരുന്നത്. പിന്നെ ഈ ഒരു പാർക്കിൻ്റെ പ്രത്യേകത ആണ് ഇവിടെ മാനുകൾ, ഏമു, അതുപോലെ തന്നെ ഒട്ടകങ്ങൾ, കുതിര എല്ലാം നമ്മുടെ മുന്നിലൂടെ ലൈവായിട്ട് ഇങ്ങനെ പോകുന്നത് കാണാം. പ്രത്യേകിച്ച് ബ്ലോക്കിംഗ് ഒന്നുമില്ല. പക്ഷെ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ചില മാനുകളൊക്കെ അവർ പിന്നെ കൂട്ടിൽ ആക്കി വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഏമുവിനൊക്കെ കൂട്ടിലാക്കി വെച്ചിട്ടുണ്ട്. ചെറിയ ചെറിയ മാനുകളെ മാത്രമാണ്, അതായത് കുട്ടികളും ഫാമിലികളും കൂടുതലുള്ളത് കൊണ്ട് തന്നെ അവർ കുറച്ചൊരു എമ്മൊക്കെ ചിലപ്പോൾ അങ്ങനെ വരുമ്പോൾ കുട്ടികൾ പേടിക്കും എന്നതുകൊണ്ട് തന്നെ അതിനൊക്കെ അവർ കൂട്ടി വെച്ചിട്ടുണ്ട്. സോ ബാക്കിയുള്ളതാകണ്ടാവും ചെറിയ ചെറിയ മാനുകളൊക്കെ ഇടയിലൂടെ ഇങ്ങനെ വിഹരിക്കുന്ന അതിമനോഹരമായിട്ടുള്ള ഒരു അടിപൊളി പാർക്ക് തന്നെയാണ് ഈ ഒരു പാർക്ക്. പിന്നെ ഇവിടെ വന്ന ശേഷം നല്ല അടിപൊളി കണ്ണൂർ ബിരിയാണി എല്ലാം കഴിച്ച് മാഷാഅല്ലാഹ് സൂപ്പറായിട്ടുള്ള ബിരിയാണി മറ്റു കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടാണ് പിന്നെ നമ്മുടെ അടുത്ത ആക്ടിവിറ്റീസും മറ്റു കാര്യങ്ങളൊക്കെ തുടങ്ങി കേട്ടോ. ഈ ഒരു പാർക്ക് കൂടുതലായിട്ട് ഇഷ്ടപ്പെടുക കുട്ടികൾക്കും അതുപോലെ തന്നെ ഫാമിലിക്കും ഒക്കെ ആണ് കേട്ടോ. കാരണം വെച്ചാൽ അവരിങ്ങനെ മാനൊന്നും ഇത്ര ഒരു എന്താ പറയുക ഇത്ര തൊട്ടടുത്ത് ഇങ്ങനെ തൊടുന്ന രീതിയിൽ തലവിടുന്ന രീതിയിലൊന്നും കണ്ടിട്ടില്ല എന്നതുകൊണ്ടായിരിക്കാം. അപ്പോൾ എന്താണെങ്കിലും നമുക്ക് അഡ്വഞ്ചറായിരിക്കും കൂടുതലായിട്ട് ഇഷ്ടപ്പെടുക. പക്ഷേ അവർക്ക് ഈ ഒരു രീതിയിലുള്ള കാഴ്ചകളും അതുപോലെ തന്നെ ഉള്ള കുറച്ച് മൊയിലുകൾ അങ്ങനത്തെ ഒരുപാട് ഐറ്റംസുകൾ അപ്പുറത്തേക്ക് വേറെ ഉണ്ട് കേട്ടോ. ഇത് മാത്രമൊന്നുമല്ല, അപ്പുറത്ത് വീണ്ടും ഒരുപാട് ഐറ്റംസുകളുണ്ട്. അതിന് വേറെ തന്നെ ഒരു ചെറിയ കൂടും കാര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. എന്താണെങ്കിലും 30 റിയാലിന് ശരിക്കും പറഞ്ഞാൽ അടിപൊളിയാണ്, ഒരു രക്ഷയില്ലാത്തൊരു പാർക്ക് തന്നെയാണ്. പിന്നെ ഇവിടെ ഇരിക്കാനുള്ള ഇതേപോലുള്ള സെറ്റപ്പിന് അതിന് വേറെ ക്യാഷ് കൊടുക്കണം കേട്ടോ. അത് ഈ 30 റിയാലിൽ പെടൂല. തണുപ്പ് സീസൺ ആയതുകൊണ്ട് തന്നെ രാത്രി അത്യാവശ്യം കാറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. വരുന്ന ആളുകൾ അതിനനുസരിച്ചുള്ള ഡ്രസ്സിങ്ങും മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വരാൻ വേണ്ടി ട്രൈ ചെയ്യുക. പിന്നെ ഇവിടെ ജസ്റ്റ് ഒരു തീ കാര്യങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്ത് തരും. അതിനൊക്കെ വേറെ വേറെ ക്യാഷാണ് കേട്ടോ. ഈ ഒട്ടകത്തിൻ്റെ മുകളിൽ പോകുന്നതിനും അതുപോലെ തന്നെ ഈ ഒരു കഴുതൻ്റെ മുകളിൽ പോകുന്നതിനും കുതിര വണ്ടിയിൽ പോകുന്നതിനൊക്കെ സെപ്പറേറ്റ് ക്യാഷുകളാണ്. എന്താണെങ്കിലും ഒരു അടിപൊളി ആർട്ടിഫിഷ്യൽ പിന്നെ വാട്ടർഫോൾ കൂടിയൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ശരിക്കും നമ്മളൊന്ന് മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ആവാൻ ഇത്തരത്തിലുള്ള ഒരു പാർക്കിലൊക്കെ വരുന്നത് ഭയങ്കര നമുക്ക് ഗുണം ചെയ്യുന്ന വിഷയങ്ങളാണ് കേട്ടോ. എന്തെല്ലാണ് സുഖല്ലേ? बोलो कौन खाएगा? बिस्मिल्लाह। दर्द हुआ है आपको? हाँ? आपको दर्द लगी? नहीं। ഇവിടെ ഒരു മസ്ജിദ് ഉണ്ട് കേട്ടോ. ഇത് ഇവരുണ്ടാക്കിയതാണ്. ഹിജ്റ 1443, അതായത് ഒരു 3 വർഷം മുന്നേ ഉണ്ടാക്കിയതാണ്. കംപ്ലീറ്റ് ഉണ്ടാക്കിയുണ്ട്. സ്റ്റോൺ ഇങ്ങനെ അട്ടിറ്റായിട്ട് വെച്ചിട്ടാണ്. വേറെ സിമെൻറ്റും കാര്യങ്ങളൊന്നും പുറത്ത് കാണുന്നില്ല. അവിടെ തന്നെ എഴുതിയതും അങ്ങനെ തന്നെയാണ്. പിന്നെ സ്റ്റോൺ കൊണ്ടാണ് ഇത് നിർമ്മിച്ചത് എന്നുള്ളതാണ്. നോക്കിയിട്ട് സിമെൻ്റൊന്നും കാണില്ല. ഇതിൻ്റെ മുകളിൽ നിന്ന് കല്ലൊക്കെ കാണാം. ചിലതൊക്കെ താഴേക്ക് അടർന്ന് വീണതൊക്കെ കാണാം. അപ്പോൾ ഇതാണ് മസ്ജിദ് കേട്ടോ. പഴയൊരു മോഡൽ ഉണ്ടാക്കിയതാണ്. പണ്ട് കാലത്തുള്ള ആ ഒരു ഇസ്ലാമിക രീതിയിലുള്ള ആ ഒരു കൾച്ചറിലുള്ള ആ ഒരു മസ്ജിദിനെ ജസ്റ്റ് ഒന്ന് റീക്രിയേറ്റ് ചെയ്തൊരു മോഡലാക്കിയതാണ് കേട്ടോ. തളിപ്പറമ്പ് മണ്ഡലം സെക്രട്ടറിയും ജില്ലാ പ്രസിഡന്റും തലശ്ശേരി മണ്ഡലം സെക്രട്ടറിയും ഇഞ്ചോടിഞ്ച് പോരാ.
വീട്ടിൽ വിളിച്ചമ്മായി പാടെ അപ്പങ്ങൾ ഓരോരുത്തരം അരയിൽ ചുവന്ന് വന്നമ്മായി പൂതി പറയാത്ത മണ്ട പൂതി പറഞ്ഞ പറയാത്ത മണ്ട ചെമ്മീൻമാർക്കതാക്കി വെച്ച് ചട്ടിയോടെ കൊണ്ടുവച്ച് ചെമ്മീൻമാർക്കതാക്കി വെച്ച് ചട്ടിയോടെ കൊണ്ടുവച്ച് പറഞ്ഞുകൊണ്ടേ മരുമോനെ തീറ്റിക്കുന്ന പൊന്നമ്മായി പൊന്നാരമ്മായി